നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പറയാമായിരുന്നല്ലോ. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹം എങ്ങനെ ബുദ്ധിമാനായ വിഡ്ഢിയായി? അദ്ദേഹത്തിൻ്റെ ഒരു പരിഷ്കാരം പറയാം. അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. നല്ല പരിഷ്കാരമാണ്. കാരണം രാജ്യം വളരെയധികം വിസ്തൃതി പ്രാപിച്ചു. ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും അധികം വിസ്തൃതി പ്രാപിച്ചത്, സുൽത്താൻ വംശം വിസ്തൃതി പ്രാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ്. അപ്പോൾ തലസ്ഥാനം രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ആയിരിക്കുന്നത് നല്ല കാര്യമല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? മഹാരാഷ്ട്രയിലുള്ള ദേവഗിരി എന്ന് പറയുന്ന സ്ഥലം പുതുക്കിപ്പെടുന്നു. ദേവഗിരിക്ക് ദൗലത്താബാദ് എന്ന പേരും കൊടുത്തു. ഇത്രയും നല്ല കാര്യമാണ്. ഇനി ചെയ്തതാണ് കുഴപ്പമായത്. ഡൽഹിയിലുണ്ടായിരുന്നോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നേരെ എവിടേക്ക് പോവുക? ദേവഗിരിയിലേക്ക് പോവുക. ദേവഗിരിയിലുണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഡൽഹിയിലേക്ക് പോവുക. ആലോചിച്ച് നോക്കണേ. മധ്യകാല ഇന്ത്യയാണ് നമ്മൾ പറയുന്നത്. 1330 കാലഘട്ടം. അപ്പോഴാണ് ഡൽഹിയിലുണ്ടായിരുന്നവരോട് ദേവഗിരിയിലേക്കും ദേവഗിരിയിലുണ്ടായിരുന്നവരോട് ഡൽഹിയിലേക്കും പോകാൻ പറയുന്നത്. അപ്പോൾ സുൽത്താൻ്റെ കൽപ്പനയല്ലേ, പാലിച്ചല്ലേ പറ്റൂ. കുറേ പേരൊക്കെ ഡൽഹിയിലെത്തി, കുറേ പേരൊക്കെ ദേവഗിരിയിലെത്തി. അപ്പോഴാ സുൽത്താന് തോന്നിയത്, അയ്യോ, ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തലസ്ഥാനം മാറ്റണ്ട, നിങ്ങളെല്ലാവരും തിരിച്ചു വയ്ക്കോളൂ. ജനങ്ങൾക്ക് ഇരട്ടി ബുദ്ധിമുട്ടായി. പിന്നെ ഒരു നേട്ടം ഉണ്ടായി, കുറേ ജനസംഖ്യ കുറഞ്ഞു, കുറേ പേരൊക്കെ വഴി കിടന്ന് മരിച്ചു. ഇതല്ലാതെ ഒരു നേട്ടവും ആ പരിഷ്കാരം കൊണ്ടുണ്ടായില്ല. ബുദ്ധിപരമായി നടപ്പിലാക്കേണ്ടിയിരുന്ന ഒരു പരിഷ്കാരം, ബുദ്ധിപരമായി എടുത്തൊരു തീരുമാനം, പക്ഷെ അത് നടപ്പിലാക്കി നാശമാക്കി. അതാണ് സുൽത്താൻ ചെയ്തത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിഷ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭൂമിശാസ്ത്രപരമായി ഏറ്റവും അധികം വിസ്തൃതി പ്രാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം ഒരു നിർഭാഗ്യവാനായ ആദർശവാദിയായിരുന്നല്ലോ. അത് നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം. അതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം ഈ ഹിന്ദുക്കളോടൊപ്പം ഹോളി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങൾ പണിയാനുള്ള അനുവാദമെല്ലാം നൽകിയ ആളാണ്. തൻ്റെ സാമ്രാജ്യത്തിനുള്ളിൽ സതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. പിന്നെ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, തർക്കശാസ്ത്രം, ഇതിലൊക്കെ വളരെയധികം പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. പേർഷ്യൻ ഭാഷയും അറബി ഭാഷയും പ്രാവീണ്യം നേടിയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു സുൽത്താൻ. അദ്ദേഹം ഒരു പുതിയ നഗരവും പണിയിപ്പിച്ചു. അദ്ദേഹം പണിയിപ്പിച്ച നഗരത്തിൻ്റെ പേര് ജഹൻപന എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിനെ നടപ്പിലാക്കി മോശമാക്കി തീർത്ത ഒരു ഭരണാധികാരി എന്ന രീതിയിലാണ് നമ്മൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കാണുന്നത്.